ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നത്തിങ് ഫോൺസിലെ 3.2 അപ്ഡേറ്റിന്റെ കൂടെ വന്ന് പലർക്കും യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ഫീച്ചറിന്റെ പേര് ഫ്ലിപ്പ് ടു റെക്കോർഡ് എന്നാണ്. ആൻഡ് ഈ ഫീച്ചറും ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള വേറെ 2-3 കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും വിട്ടോണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കിയിട്ടേക്ക്. അപ്പം നമുക്ക് ഇനി വീഡിയോയിലൂടെ കിടക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലിപ്പ് ടു റെക്കോർഡ് എന്നുള്ള ഫീച്ചർ നത്തിങ് ഫോണിൽ 3.2 അപ്ഡേറ്റിൻ്റെ കൂടെ വന്നതാണ്. അത് വന്നിട്ട് ഒരു മാസമായി. ഓഗസ്റ്റ് 1 വന്നത്. ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷെ എന്നാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ഈ ഫീച്ചർ ഇപ്പം നത്തിങ് ഫോൺ 3A-ലും 3A Pro-ലും അവൈലബിൾ ആണ്. ഇനി ബാക്കിയുള്ള ഫോൺസിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല. ഇനി ഫീച്ചർ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫോണിൽ ഒരു എക്സ്ട്രാ ബട്ടൺ ഉണ്ടായിരുന്നല്ലോ, ഒരു എസെൻഷ്യൽ കീ. ഈ ഫീച്ചറിലൂടെ ആ കീന്റെ യൂട്ടിലിറ്റി ഇത്തിരിയോടെ കൂട്ടി നമ്മുടെ ഗ്ലിഫ് ഇന്റർഫേസ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാലം ഈ കീന്റെ യൂസ് ഫുൾ സ്ക്രീൻ ഓൺ ആക്കിയിട്ടായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് സ്ക്രീൻ ഓൺ ആക്കാതെ തന്നെ ഈ കീ ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇനി ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇഫ് നമുക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യോ അല്ലെങ്കിൽ ഒരാൾ എന്താ കാര്യം പറയുകയാണെന്ന് വെച്ചോ, നമുക്കത് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, ഇത് ഓണാക്കി റെക്കോർഡറിൽ പോയി എന്നിട്ട് ഓണാക്കണം. അല്ലെങ്കിൽ വിഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് പോയി ഓണാക്കിയൊക്കെ അല്ലേ ചെയ്യല്. അത്രയൊന്നും ടാസ്ക് ഇല്ലാതെ ഇനി നമുക്ക് ഈ മൊബൈൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ കമത്തി വെച്ചിട്ട് ഈ എസെൻഷ്യൽ കീ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഈ ഗ്ലിഫിൻ്റെ ഫേസിൽ ഒരു സംഭവം കാണിക്കും. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് റെക്കോർഡ് ആവാൻ തുടങ്ങും. റെക്കോർഡിങ്ങിന് ഇൻഡിക്കേഷൻ ഉണ്ട് ഇവിടെ തന്നെ. അതും ഗ്ലിഫിൻ്റെ ഫേസിൽ ഇങ്ങനെ മിന്നി കളിക്കും. ആൻഡ് പിന്നെ ലോങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റെക്കോർഡ് ആയിക്കോളും. പിന്നെ നമുക്ക് റെക്കോർഡിംഗ് നിർത്തണമെങ്കിൽ ഇതേപോലെ ഒന്നും കൂടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പം റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ സാധനം കിടക്കും. ആൻഡ് ഈ റെക്കോർഡ് ചെയ്ത സംഭവം നമുക്ക് എസെൻഷ്യൽ സ്പേസ് ആപ്പില്ലേ, അതിൽ നമുക്ക് കിട്ടും. ഇനി ഈ കിട്ടിയ ഓഡിയോ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതിനെ ഓഡിയോ അനാലിസിസ് ചെയ്യാൻ പറ്റും. AI ഓഡിയോ അനാലിസിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ റെക്കോർഡ് ചെയ്തത് അത് നമുക്ക് ടെക്സ്റ്റ് ആക്കിയിട്ട് പോയിന്റ് വൈസ് തരും. അത് മാത്രമല്ല, അതിലെന്തെങ്കിലും റിമൈൻഡ് ചെയ്യാനുള്ള ആ ഓഡിയോയിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൈൻഡർ ആയിട്ടും സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഗൂഗിൾ കാലണ്ടറിലും അത് നമുക്ക് വേണമെങ്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം. നമ്മൾ എസെൻഷ്യൽ സ്പേസിൽ കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം സ്ക്രീൻഷോട്ടോ റെക്കോർഡോ ഓഡിയോ റെക്കോർഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ഥലത്തോട്ടേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് ആ പെർട്ടിക്കുലർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഓഡിയോ വെച്ച് നമുക്ക് മനസ്സിലാക്കി ഓർത്ത് എടുക്കാനുള്ള സംഭവം. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ക്വിക്ക് ആയിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനൊന്നും ഓണാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ എസെൻഷ്യൽ കീ, ആ പവർ ബട്ടന്റെ താഴെയുള്ള കീ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പൊ ഇതാ ഗ്ലിഫ് ഇന്റർഫേസ് ഇങ്ങനെ പോകുന്ന കാണാം. ആ ഫുൾ റൗണ്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ഓഡിയോ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഇനി നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കാം. ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എസെൻഷ്യൽ കീ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം അത് ടാഗ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഈ ഫുൾ റെക്കോർഡിങ്ങിൽ എവിടെയൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് ഫുൾ റെക്കോർഡിങ് കേൾക്കാതെ തന്നെ ജസ്റ്റ് ഈ പോയിന്റ്സ് എവിടെയൊക്കെയാണെന്ന് നോക്കി ആ പോയിന്റ്സിൻ്റെ അടുത്തുള്ള ഓഡിയോ മാത്രം കേട്ടാൽ മതി. അപ്പം നമ്മൾ റെക്കോർഡിങ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നില്ലേ. ആൻഡ് ഈ മാർക്ക് ചെയ്ത് ടാഗ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ റെക്കോർഡിംഗ് നിർത്താൻ വേണ്ടിയിട്ട് ഈ എസെൻഷ്യൽ കീ ഒന്നും കൂടെ ഇങ്ങനെ ഞെക്കി പിടിക്കുക. അപ്പം തിരിച്ച് ആ ലൈറ്റ് ഫുള്ള് റൗണ്ട് അടിച്ചു വരും. ഇപ്പം നമ്മൾ റെക്കോർഡിംഗ് കഴിഞ്ഞു. ആൻഡ് ഈ റെക്കോർഡ് ചെയ്ത സാധനം നമുക്ക് എസെൻഷ്യൽ സ്പേസ് ആപ്പ് കിട്ടും. അതിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കീ ഡബിൾ ടാപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ എസെൻഷ്യൽ സ്പേസിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇതാ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോസ് ഒക്കെ ഇത് അവിടെ ഉണ്ട്. നമ്മൾ അവസാനം റെക്കോർഡ് ചെയ്ത ഓഡിയോ ആണ് ഈ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ ആ യെല്ലോ ഡോട്ട്സ് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത പോയിന്റ്സ് ആട്ടോ. അപ്പം ഈ ടാഗ്സ് വെച്ച് അധികം തപ്പാതെ ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലോട്ടേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഡ് ടു കളക്ഷൻ ആണ്. ഈ പറഞ്ഞ ഓഡിയോ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്തതെങ്കിൽ ആ സാധനങ്ങളൊക്കെ നമുക്കൊരു കളക്ഷനിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്കതിൻ്റെ താഴെ കാണാം സ്റ്റാർട്ട് AI അനാലിസിസ്. ഈ ഓഡിയോൻ്റെ AI അനാലിസിസ് നടത്തി അതിലെന്തൊക്കെയാണോ പോയിന്റ്സ് ഉള്ളത് അതൊക്കെ നമുക്ക് പോയിന്റ് വൈസ് കിട്ടുകയും ചെയ്യും. അതിലെവിടെയെങ്കിലും റിമൈൻഡർ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് കിട്ടും. ഈ ഓഡിയോ 26 സെക്കൻഡ്സേ ഉള്ളൂ എങ്കിലും ഇത് 1 മിനിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. ആൻഡ് അങ്ങനെ നമുക്ക് 300 മിനിറ്റ്സ് ഒരു മാസം കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് 300 മിനിറ്റ്സ് ഉള്ള ഓഡിയോ വരെ നമുക്ക് ഒരു മാസം അനാലിസിസ് ചെയ്ത് കിട്ടും. ആൻഡ് ഇത് റീസെറ്റ് ആവുന്നത് അടുത്ത 300 നമുക്ക് കിട്ടുന്നത് അടുത്ത മാസം 1 നാണ്.
ഇപ്പം ഞാൻ പറഞ്ഞ മൊത്തം മലയാളത്തിലായതുകൊണ്ട് അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. ഇതിപ്പം ഞാൻ ഇംഗ്ലീഷിലായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത്, ഞാൻ മലയാളത്തിലായിരുന്നു സംസാരിച്ചത്. ആൻഡ് ഈ ലിസ്റ്റിൽ ഇതുവരെ മലയാളം വന്നിട്ടില്ല. പക്ഷേ 2-3 ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ട്. തമിഴുണ്ട്, ഉറുദു ഉണ്ട്, മറാഠി ഉണ്ട്, പിന്നെ ഹിന്ദി ഉണ്ട്. അപ്പം ഈ ലാംഗ്വേജസിലൊക്കെയാണ് ആ ഓഡിയോ എങ്കിൽ അത് അനലൈസ് ചെയ്ത് പറഞ്ഞു തരും. മലയാളം ഭാവിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ തന്നെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ടാവും. ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിനോട് ചുറ്റി പറ്റിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിപ്പോൾ ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഇത് സ്ക്രീൻ ഓഫ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സ്ക്രീൻ ഓൺ ആക്കിക്കൊണ്ട് എസെൻഷ്യൽ സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് റിമൈൻഡർ ആക്കിയിട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സ്ക്രീൻ ഓൺ ആക്കിയിട്ട് എസെൻഷ്യൽ കീ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കലാണ്. എസെൻഷ്യൽ കീ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഈ സ്ക്രീനിലുള്ള നമുക്കൊന്ന് നോട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആണെങ്കിൽ അതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് ആ ആരോ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് സേവ് ആയിട്ടുണ്ടാവും. ഇനി സ്ക്രീൻഷോട്ട് വിത്ത് നോട്ട് ആണെങ്കിൽ ഇതുപോലെ തന്നെ എസെൻഷ്യൽ കീ ഞെക്കുക, എന്നിട്ട് ആഡ് നോട്ട് എന്നുള്ള സ്ഥലത്ത് പോവുക, ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആരോ മാർക്ക് ഞെക്കുക, സേവ് ആയി. ഇനി റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള പരിപാടി പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടിക്കറ്റ് നാളെ എനിക്ക് ബുക്ക് ചെയ്യാനുണ്ട്, ആ ടിക്കറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടി. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഞെക്കി പിടിക്കുക. അപ്പോൾ ഓഡിയോ നോട്ട് സ്റ്റാർട്ട് ചെയ്യും. റിമൈൻഡ് മീ ടുമോറോ at 10 AM to book a ticket to New Delhi. നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ബട്ടൺ റിലീസ് ചെയ്യുക. അപ്പം അത് എസെൻഷ്യൽ സ്പേസിൽ സേവ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇനി എസെൻഷ്യൽ സ്പേസിലോട്ട് പോകാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം എത്തിയിട്ടുണ്ടാവും. ഇത് ഞാൻ കുറച്ച് മുന്നേ ട്രയൽ ചെയ്തതാണ് ആദ്യം വന്നത്. ആ ഓഡിയോ ഒന്ന് അനലൈസ് ചെയ്ത് സാധനം വരാൻ ഇത്തിരി സമയം എടുക്കും. പുതിയ അനാലിസും വന്നിട്ടുണ്ട്, ഡൽഹിക്കുള്ള ടിക്കറ്റിൻ്റെ റിമൈൻഡർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ടിൽ കാണിച്ച എല്ലാ സാധനവും പോയിന്റ് വൈസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ടൈപ്പ് ചെയ്ത് വേണം കയറ്റാം. പിന്നെ പ്ലേ ഓഡിയോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് കണ്ടുകൊണ്ട് എന്തായിരുന്നു പറഞ്ഞത് അത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ താഴെ അത് അനലൈസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയ റിമൈൻഡറാണ്. അത് നമുക്ക് ഫർദർ വേണമെങ്കിൽ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് വിടാം. അതല്ല നമുക്ക് ഇനി ആ പറഞ്ഞ സമയത്തുള്ള ടൈമല്ല, നമുക്ക് ടൈം മാറ്റണമെങ്കിൽ അത് മാറ്റാം, ഡേറ്റ് മാറ്റണമെങ്കിൽ വേണേൽ അത് മാറ്റാം. ഈ റിമൈൻഡർ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ മൊബൈലിൽ പല ഗൂഗിൾ അക്കൗണ്ടിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഗൂഗിൾ അക്കൗണ്ടിലത്തെ കലണ്ടറിലാണ് അത് സേവ് ചെയ്യേണ്ടതെന്നും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ 300 മിനിറ്റ്സിന്റെ അനാലിസിസും നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഈ സാധനം എസെൻഷ്യൽ സ്പേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉണ്ട്. ഫ്ലിപ്പ് ടു റെക്കോർഡാണ് പുതുതായിട്ട് വന്നത്. ഇനി ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് നത്തിങ്ങിലത്തെ ഓഡിയോ റെക്കോർഡിംഗ് ആപ്പ്. അതും അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വിഡ്ജറ്റ്സിനെ കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഓണാക്കുമ്പോൾ തന്നെ ഒരു നല്ല മെസ്സേജ് ഇത് തരുന്നുണ്ട്. പ്ലീസ് ബി മൈൻഡ്ഫുൾ ഓഫ് അതർ പീപ്പിൾസ് പ്രൈവസി വെൻ റെക്കോർഡിംഗ്. ബാക്കിയുള്ളവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുക. ഇനി ഇതിലുള്ള ഫീച്ചേഴ്സ് ഒന്ന് നമുക്ക് വോയിസ് ഫോക്കസ് ചെയ്തിട്ടുള്ള വോയിസ് റെക്കോർഡിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ വോയിസ് റെക്കോർഡിംഗ് ചെയ്യാം. എന്ന് വെച്ചാൽ വോയിസ് ഫോക്കസ് ആയിരിക്കില്ല, എൻവയോൺമെൻറ്റും വോയിസും രണ്ടും ഒരുപോലെ കേൾക്കാൻ പറ്റും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. എന്നുവെച്ചാൽ ഇത്തിരി കൂടെ പുറത്തുള്ള സംഭവം ഇത്തിരി കൂടെ കൂടുതൽ കേൾക്കാൻ പറ്റും. ഇനി എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്, നമ്മളെ പണ്ടത്തെ കാസറ്റൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളിങ്ങനെ സാധനം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിച്ചു കിട്ടില്ലേ, ആ സാധനത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി ഉണ്ടാക്കിയ ഒരു ഇൻ്റർഫേസ് പോലെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള സാധാരണ മൊബൈലിലത്തൊക്കെ ഈ റെക്കോർഡർ ആപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ മറ്റേ ഗ്രാഫ് പോലെയല്ലേ ആ ഒരു വോയിസിൻ്റെ സാധനം കാണിക്കുക. ഇതിൽ പക്ഷേ നമുക്ക് അങ്ങനെയും നമുക്ക് വോയിസ് നീക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നീക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തിരിച്ച് നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും വെക്കാം. ഇത് നീക്കിയിട്ട് നമുക്ക് ഇതിന് മുന്നോട്ടും ബാക്കോട്ടും കൊണ്ടുപോകാം, ഇത് നീക്കിയിട്ട് നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും കൊണ്ടുപോകും, അല്ലാതെ ഇത് തിരിച്ചിട്ടും നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും കൊണ്ടുപോകാൻ പറ്റും. റെക്കോർഡ് ചെയ്ത ഓഡിയോ നമുക്ക് 1x 2x 0.5x ഇതിലൊക്കെ ഇട്ട് കേൾക്കാം. പിന്നെ -10 സെക്കൻഡ്സും +10 സെക്കൻഡ്സും സ്കിപ്പ് മുന്നോട്ടും ബാക്കോട്ടും അടിക്കാം. പിന്നെ റീനെയിം ചെയ്യാം, ഷെയർ ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിലത്തെ ഈ റെക്കോർഡിങ്ങിനുള്ള 2 വിഡ്ജറ്റ്സ്, അത് എനിക്ക് ടോപ്പ് ഇഷ്ടപ്പെട്ട സാധനം, പ്ലസ് പലർക്കും യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. നമുക്കറിയാം ഇതിൽ ഗൂഗിളിൻ്റെ ഡയലറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഏതൊക്കെ മൊബൈലാണോ ഗൂഗിളിൻ്റെ ഡയലർ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുമ്പം ദിസ് കോൾ ഈസ് ബീങ് റെക്കോർഡഡ് എന്ന് നല്ല 1.5 മൈക്ക് വെച്ചിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടാണ് അത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഈ വിഡ്ജറ്റ് ഉപയോഗിക്കാം. 2 ടൈപ്പ് ഐക്കൺസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ റെഡ് ഡോട്ടിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ ഗ്രാഫ് പോലെ, മറ്റേ ഉള്ളിൽ പ്ലെയിൻ റെഡ് ഡോട്ടുമാണ്. ആ ഗ്രാഫ് പോലെയുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഒരു കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടക്ക് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോള്
റെക്കോർഡിംഗ് തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഈ കോൾ റെക്കോർഡിംഗ് നമുക്ക് വാട്സപ്പ് കോളിന് ഉപയോഗിക്കാം. ബേസിക്കലി ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലത്തെ ഓഡിയോ പ്ലസ് സറൗണ്ടിങ് വോയിസ് ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമുക്ക് കോൾ റെക്കോർഡിങ്ങിന് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സാധാരണ വാട്സപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നടത്തുന്ന കോളിൻ്റെ ഒക്കെ ഒന്നും റെക്കോർഡിങ്സ് കിട്ടില്ലല്ലോ. അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മതി. വേറൊരു വിജറ്റ് ഉണ്ട്, അത് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ സറൗണ്ടിങ് റെക്കോർഡ് ചെയ്യാനുള്ള സാധനമാണ് ഇത് മീഡിയ പ്ലസ് സറൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് മറ്റേ വിജറ്റ്. ഇനി റെക്കോർഡർ ആപ്പിൽ ഈ 2 വിജറ്റ്സിൽ നിന്നുള്ള ഓഡിയോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അതിലത്തെ ഐക്കണിൽ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. മീഡിയ പ്ലസ് സറൗണ്ടിങ് ആണെങ്കിൽ ആ ഗ്രാഫുള്ള പോലത്തെ ഐക്കണും, അല്ല സറൗണ്ടിങ് മാത്രമാണെങ്കിൽ മറ്റേ ഒരു ഡോട്ട് പോലെയുള്ള ഐക്കണുമാണ് കാണിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും വിട്ടോണ്ട. പിന്നെ ഈ ചാനലിൽ ഞാൻ വേറെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ടെക് റിലേറ്റഡ്, ഇൻഫോർമേറ്റീവ്, പിന്നെ ട്രാവൽ, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.